ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 15ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2025 ജനുവരിയിൽ ഏത് രാജ്യത്താണ് മാർബർഗ് വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത്? ടാൻസാനിയയിൽ. 2025 ജനുവരിയിൽ ഏത് രാജ്യത്താണ് മാർബർഗ് വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത്? ടാൻസാനിയയിൽ. 2025 ജനുവരിയിൽ ഡിജിറ്റൽ നയം പ്രഖ്യാപിച്ച ഭരണകൂടം അബുദാബിയാണ്. 2025 ജനുവരിയിൽ ഡിജിറ്റൽ നയം 2025-27 പ്രഖ്യാപിച്ച ഭരണകൂടം അബുദാബിയിലാണ്. 2027 ആകുമ്പോഴേക്കും എല്ലാ സർക്കാർ സേവനങ്ങളിലും കൃത്രിമ ബുദ്ധി സംയോജിപ്പിച്ച് എമിറേറ്റിനെ ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും AI പവേർഡ് ഗവൺമെന്റ് ആക്കി മാറ്റുക എന്നതാണ് ഡിജിറ്റൽ സ്ട്രാറ്റജി 2025-27 കൊണ്ട് ലക്ഷ്യമിടുന്നത്. 2025 ജനുവരിയിൽ ഡിജിറ്റൽ നയം 2025-27 പ്രഖ്യാപിച്ച ഭരണകൂടം അബുദാബി ഭരണകൂടമാണ്. ഇന്ത്യയിൽ ആദ്യമായി ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി ന്യൂഡൽഹി സൈനിക ആശുപത്രിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി ന്യൂഡൽഹി സൈനിക ആശുപത്രിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ലെഫ്റ്റ് വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി ന്യൂഡൽഹി സൈനിക ആശുപത്രിയാണ്. ഹൃദയത്തിന്റെ പ്രധാന പമ്പിംഗ് ചേംബറായ ഇടത് വെൻട്രിക്കിളിനെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു എന്നതാണ് പ്രത്യേകത. വന്ദേ ഭാരതിന്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായ ആദ്യ ട്രൈബൽ വനിതയാണ് ഋതിക ടിർക്കി. വന്ദേ ഭാരതിന്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായ ആദ്യ ട്രൈബൽ വനിത ഋതിക ടിർക്കിയാണ്. 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഐസ്ലൻഡുമായി ധാരണാപത്രം ഒപ്പുവച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഐസ്ലൻഡുമായി ധാരണാപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. 2025 ജനുവരിയിൽ നാസയുടെ ഇടക്കാല അഡ്മിനിസ്ട്രേറ്ററായി നിയമിതയായത് ജാനറ്റ് പെട്രോയാണ്. 2025 ജനുവരിയിൽ നാസയുടെ ഇടക്കാല അഡ്മിനിസ്ട്രേറ്ററായി നിയമിതയായത് ജാനറ്റ് പെട്രോയാണ്. നാസയെ നയിക്കുന്ന ആദ്യ വനിതയാണ് ജാനറ്റ് പെട്രോ. 2025 ജനുവരിയിൽ നാസയുടെ ഇടക്കാല അഡ്മിനിസ്ട്രേറ്ററായി നിയമിതയായത് ജാനറ്റ് പെട്രോയാണ്. ചൈനീസ് നിർമ്മിത ബുദ്ധി കമ്പനിയായ ഡീപ് സീക്ക് പുറത്തിറക്കിയ AI മോഡലാണ് R1. ചൈനീസ് നിർമ്മിത ബുദ്ധി കമ്പനിയായ ഡീപ് സീക്ക് പുറത്തിറക്കിയ AI മോഡലാണ് R1. ഡീപ് സീക്കിന്റെ സ്ഥാപകനാരാണ്? ലിയാൻ വെൻഫെങ് ആണ്. ഡീപ് സീക്കിന്റെ സ്ഥാപകൻ ലിയാൻ വെൻഫെങ് ആണ്. ചൈനീസ് നിർമ്മിത ബുദ്ധി സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഡീപ് സീക്കിന്റെ സ്ഥാപകനാണ് ലിയാൻ വെൻഫെങ്. ചൈനീസ് കമ്പനിയായ ഡീപ് സീക്ക് പുറത്തിറക്കിയ AI മോഡലാണ് R1. കാലാവസ്ഥാ വ്യതിയാനം മൂലം 2040കളിൽ അപ്രത്യക്ഷമാകാൻ പോകുന്ന യാല ഗ്ലേസിയർ ഏത് രാജ്യത്താണ്? നേപ്പാളിലാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം 2040കളാകുമ്പോഴേക്കും അപ്രത്യക്ഷമാകാൻ പോകുന്ന യാല ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക ഏന്തിയത്
PS ജീനയാണ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക ഏന്തിയത് PS ജീനയാണ്. 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ ഉത്തരാഖണ്ഡിൽ 11 വേദികളിലായിട്ടാണ് 38ാമത് ദേശീയ ഗെയിംസ് നടന്നത്. 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ ഉത്തരാഖണ്ഡിലെ 11 വേദികളിലായിട്ടാണ് 38ാമത് ദേശീയ ഗെയിംസ് നടന്നത്. കേരളത്തെ പ്രതിനിധീകരിച്ച് 550 താരങ്ങളാണ് പങ്കെടുത്തത്. 2025 നടന്ന 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിന്റെ പതാക ഏന്തിയത് PS ജീനയാണ്. 2025 ജനുവരിയിൽ വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 2025 ജനുവരിയിൽ വാട്സാപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. നഗരത്തിലെ വാഹന പാർക്കിംഗ് സുഗമമാക്കുന്നതിന് മൊബൈൽ ആപ്പ് സംവിധാനം ആരംഭിച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. നഗരത്തിലെ വാഹന പാർക്കിംഗ് സുഗമമാക്കുന്നതിന് മൊബൈൽ ആപ്പ് സംവിധാനം ആരംഭിച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഗുജറാത്തിലെ ജാംനഗറിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. അസമിന്റെ 2ാമത്തെ തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരം ദിബ്രുഗഡ് ആണ്. അസമിന്റെ 2ാമത്തെ തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരമാണ് ദിബ്രുഗഡ്. അസമിന്റെ പ്രഥമ തലസ്ഥാനം ഏതാണ്? ദിസ്പൂരാണ്. അസമിന്റെ പ്രഥമ തലസ്ഥാനം ദിസ്പൂരാണ്. അസമിന്റെ 2ാമത്തെ തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരമാണ് ദിബ്രുഗഡ്. 2025 ജനുവരിയിൽ ഐറിഷ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്കിൾ മാർട്ടിനാണ്. 2025 ജനുവരിയിൽ ഐറിഷ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്കിൾ മാർട്ടിനാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വേനൽക്കാലത്ത് വനത്തിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്ക് ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ലഭ്യത ഉറപ്പാക്കുന്നതിനുമായി കേരള വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വേനൽക്കാലത്ത് വനത്തിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്ക് ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ലഭ്യത ഉറപ്പാക്കുന്നതിനുമായി കേരള വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ. രഞ്ജി ക്രിക്കറ്റിൽ കേരള ടീമിനെ നയിക്കുന്നത് സച്ചിൻ ബേബിയാണ്. 2025 നടക്കുന്ന രഞ്ജി ക്രിക്കറ്റിൽ കേരള ടീമിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. 2025 റിപ്പബ്ലിക് ദിനത്തിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഉത്തർപ്രദേശിന്റെ ടാബ്ലോയ്ക്കാണ്. ഉത്തർപ്രദേശിന്റെ ടാബ്ലോയുടെ തീമായിരുന്നത് മഹാകുംഭമേള 2025 ആണ്. 2025 റിപ്പബ്ലിക് ദിനത്തിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശിന്റെ ടാബ്ലോ 2025 മഹാകുംഭമേളയാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിലെ മികച്ച 2ാമത്തെ ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ത്രിപുരയാണ്. ത്രിപുരയുടെ ടാബ്ലോ കർച്ചി പൂജയാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിലെ മികച്ച 2ാമത്തെ ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ത്രിപുരയാണ്. ത്രിപുരയുടെ ടാബ്ലോയുടെ തീമായിരുന്നത് കർച്ചി പൂജയാണ്. ത്രിപുരയിലെ 14 ദേവതകളുടെ ആരാധനയെ കുറിച്ചുള്ള
ഖർച്ചി പൂജ എന്ന ടാബ്ലോയ്ക്കാണ് 2025 റിപ്പബ്ലിക് ദിനത്തിലെ മികച്ച രണ്ടാമത്തെ ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച മൂന്നാമത്തെ ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആന്ധ്രാപ്രദേശിന്റെ ടാബ്ലോയ്ക്കാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിലെ മികച്ച മൂന്നാമത്തെ ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ ടാബ്ലോയ്ക്കാണ്. ആന്ധ്രാപ്രദേശിന്റെ ടാബ്ലോയുടെ തീം എഡികൊപ്പക ബൊമ്മലു ആണ്. 2025 റിപ്പബ്ലിക് ദിനത്തിലെ മികച്ച മൂന്നാമത്തെ ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശിന്റെ ടാബ്ലോ എഡികൊപ്പക ബൊമ്മലു ആണ്. പരിസ്ഥിതി സൗഹൃദ തടി കൊണ്ടുള്ള കളിപ്പാട്ടങ്ങളാണ് ആന്ധ്രാപ്രദേശിന്റെ ടാബ്ലോയുടെ തീമായിരുന്നത്. 2025 കേരളത്തിൽ നിന്നുള്ള ടാബ്ലോയ്ക്ക് പ്രദർശന അനുമതി ലഭിച്ചിരുന്നില്ല. 2019, 2020, 2022, 2024, 2025 ഈ വർഷങ്ങളിലൊന്നും തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ടാബ്ലോയ്ക്ക് അംഗീകാരം ലഭിച്ചിട്ടില്ല. ഇത് 5ാമത്തെ വർഷമാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ ടാബ്ലോയെ റിജക്റ്റ് ചെയ്യുന്നത്. 2025 റിപ്പബ്ലിക് ദിനത്തിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഉത്തർപ്രദേശിന്റെ ടാബ്ലോയാണ്. ഉത്തർപ്രദേശിന്റെ ടാബ്ലോയുടെ തീം മഹാകുംഭമേള 2025. 2ാം സ്ഥാനത്തെത്തിയത് ത്രിപുരയുടെ ടാബ്ലോയാണ്. ത്രിപുരയുടെ ടാബ്ലോ ഖർച്ചി പൂജ. ത്രിപുരയിലെ 14 ദേവതകളുടെ ആരാധനയെക്കുറിച്ചുള്ള ടാബ്ലോയ്ക്കാണ് 2ാം സ്ഥാനം ലഭിച്ചത്. 3ാം സ്ഥാനം ലഭിച്ചത് ആന്ധ്രാപ്രദേശിന്റെ ടാബ്ലോയ്ക്കാണ്. പരിസ്ഥിതി സൗഹൃദ തടി കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ ആയിട്ടുള്ള എഡികൊപ്പക ബൊമ്മലു ആയിരുന്നു ആന്ധ്രാപ്രദേശിന്റെ ടാബ്ലോയുടെ തീം എന്ന് പറയുന്നത്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ പ്രതിരോധ സേനകളിലെ മികച്ച പരേഡ് അവതരിപ്പിച്ചത് ജമ്മു കാശ്മീർ റൈഫിൾ സംഘമാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ പ്രതിരോധ സേനകളിലെ മികച്ച പരേഡ് അവതരിപ്പിച്ചത് ജമ്മു കാശ്മീർ റൈഫിൾ സംഘമാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ കേന്ദ്ര പോലീസ് സേനാ വിഭാഗത്തിലെ മികച്ച പരേഡ് അവതരിപ്പിച്ചത് ഡൽഹി പോലീസ് സംഘമാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ കേന്ദ്ര പോലീസ് സേനാ വിഭാഗത്തിലെ മികച്ച പരേഡ് അവതരിപ്പിച്ചത് ഡൽഹി പോലീസ് സംഘമാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളുടെ വിഭാഗത്തിൽ ഏറ്റവും മികച്ച ടാബ്ലോ അവതരിപ്പിച്ചത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളുടെ വിഭാഗത്തിൽ ഏറ്റവും മികച്ച ടാബ്ലോ അവതരിപ്പിച്ചത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ പ്രതിരോധ സേനകളിലെ മികച്ച പരേഡ് അവതരിപ്പിച്ചത് ജമ്മു കാശ്മീർ റൈഫിൾ സംഘമാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ കേന്ദ്ര പോലീസ് സേനാ വിഭാഗത്തിലെ മികച്ച പരേഡ് അവതരിപ്പിച്ചത് ഡൽഹി പോലീസ് സംഘമാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളുടെ വിഭാഗത്തിലെ ഏറ്റവും മികച്ച ടാബ്ലോ അവതരിപ്പിച്ചത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. 2025 എത്ര വ്യക്തികൾക്കാണ് പത്മ അവാർഡുകൾ ലഭിച്ചത്? 139 വ്യക്തികൾക്ക്. 2025 എത്ര വ്യക്തികൾക്കാണ് പത്മ അവാർഡുകൾ ലഭിച്ചത്? 139 വ്യക്തികൾക്കാണ് 2025 പത്മ അവാർഡുകൾ ലഭിച്ചത്. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ സെഞ്ചുറി നേടിയ താരം ഇന്ത്യയുടെ തൃഷ ഗോങ്കഡിയാണ്. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ സെഞ്ചുറി നേടിയ താരം ഇന്ത്യയുടെ തൃഷ ഗോങ്കഡിയാണ്. സ്കോട്ട്ലാൻഡിനെതിരെയാണ് തൃഷ ഗോങ്കഡി സെഞ്ചുറി കരസ്ഥമാക്കിയത്. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യത്തെ സെഞ്ചുറി നേടിയ താരം ഇന്ത്യയുടെ തൃഷ ഗോങ്കഡിയാണ്. തൃഷ ഗോങ്കഡി സെഞ്ചുറി നേടിയത് സ്കോട്ട്ലൻഡിനെതിരെയാണ്. അടുത്തിടെ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഔദ്യോഗികമായി ഏത് പേരിലേക്കാണ് മാറ്റിയത്? ഗൾഫ് ഓഫ് അമേരിക്ക എന്ന പേര്. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം
ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഔദ്യോഗികമായി ഏത് പേരിലേക്കാണ് മാറ്റിയത്? ഗൾഫ് ഓഫ് അമേരിക്ക എന്ന പേരിലേക്ക്. അടുത്തിടെ ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഏലമാണ് എലിറ്റേറിയ ഫേസിഫെറ, എലിറ്റേറിയ ട്യൂലിപ്പിഫെറ എന്നിവ. അടുത്തിടെ ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഏലം വിഭാഗങ്ങളാണ് എലിറ്റേറിയ ഫേസിഫെറ, എലിറ്റേറിയ ട്യൂലിപ്പിഫെറ എന്നിവ. ട്യൂലിപ്പ് പൂക്കളുടെ ആകൃതിയിൽ പൂവുള്ളതാണ് എലിറ്റേറിയ ട്യൂലിപ്പിഫെറ. അടുത്തിടെ ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഏലം വിഭാഗങ്ങളാണ് എലിറ്റേറിയ ഫേസിഫെറ, എലിറ്റേറിയ ട്യൂലിപ്പിഫെറ എന്നിവ. തെക്കൻ കേരളത്തിലും ശ്രീലങ്കയിലും കാണപ്പെടുന്ന ഗ്രീൻ ഏലത്തിന്റെ വിഭാഗത്തിൽ പെടുന്നവയാണ് എലിറ്റേറിയ ഫേസിഫെറ, എലിറ്റേറിയ ട്യൂലിപ്പിഫെറ എന്നിവ. 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിൽ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം അമേരിക്കയാണ്. 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം അമേരിക്കയാണ്. ഇന്ത്യയുടെ സ്ഥാനം 4 2-ാം സ്ഥാനത്ത് റഷ്യയും 3-ാം സ്ഥാനത്ത് ചൈനയുമാണ്. 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം USA ആണ്. ഇന്ത്യയുടെ സ്ഥാനം 4, 2-ാം സ്ഥാനത്ത് റഷ്യ, 3-ാം സ്ഥാനത്ത് ചൈന.